is our spiritual head. His Grace Mar Joseph Perundotam arrived to shower blessings upon us. He is the champion of moral values and a sound scholar. As a pole star guides navigators out of darkness, like he guides his followers out of spiritual darkness. So let us invite His Grace Mar Joseph Perundotam, the Archbishop of Chonganasheri, to propose the words of enlightenment. Sri Ajit Kumar AS, District Collector Kottayam, Dr. Ananda Kuttan B. Unithan, Reverend Dr. Phillips Vadakekalam, the Manager, Reverend Father Cyril Chepula, the Principal, Srimati Smita Jain, Municipal Chairperson, all other distinguished guests, dear and Reverend Fathers, the staff, the parents, and my dear students. ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഒരു സ്ഥാപനത്തിന് ഓർമ്മിക്കുവാനും പറയുവാനുമുള്ളത് നന്മയുടെ കഥകളായിരിക്കും. പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തീർച്ചയായിട്ടും എന്നും ഓർക്കേണ്ടതും പങ്കുവെക്കേണ്ടതും അതിൻ്റെ നന്മയുടെ അനുഭവങ്ങളാണ്. നന്മ എങ്ങനെ സമൂഹത്തിന് കൈമാറുവാൻ ശ്രമിച്ചു, അതിലൂടെ എന്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു, ഇതെല്ലാം ഇതുപോലെയുള്ള ജൂബിലി അവസരത്തിൽ ഓർക്കുക നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശയും പ്രചോദനവും നൽകുന്നതാണ്. 50 വർഷം മുൻപ് ആരംഭിച്ച ഈ SH ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തീർച്ചയായിട്ടും അഭിമാനത്തിൻ്റെ ഒരു ചരിത്ര ഘട്ടമാണ് പിന്നിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ വ്യക്തമായ ചില ധാരണകളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വളരെ വ്യക്തമായ ഒരു വിദ്യാഭ്യാസ ദർശനത്തെ ആധാരമാക്കിയായിരിക്കും അത് നിർവഹിക്കുക. വിദ്യാഭ്യാസം ആത്യന്തികമായി മനുഷ്യൻ്റെ നന്മ ആഗ്രഹിക്കുകയും സമൂഹത്തിന് നന്മ ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിശീലനം ഇളം തലമുറയ്ക്ക് യുവതലമുറയ്ക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു വിദ്യാഭ്യാസ ദർശനത്തിൻ്റെയും കാതലായ ഭാഗം തന്നെയാണ്. ഇവിടെ ചങ്ങനാശ്ശേരി അതിരൂപത ഇപ്രകാരം ഒരു സ്ഥാപനം സ്ഥാപിച്ച് നടത്തിയതിൻ്റെ പിന്നിൽ സഭയുടെ ക്രൈസ്തവ മതത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനം തീർച്ചയായിട്ടും വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. ക്രൈസ്തവ വിദ്യാഭ്യാസ ദർശനമനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ പരമമായ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിശീലനമാണ് എന്നുള്ളതാണ്. പരമമായ നന്മ മറ്റനേകം നന്മകളുടെ ഒരു പരിസമാപ്തിയാണ്. ശരിയായ വിദ്യാഭ്യാസം നേടുന്ന ഒരു വ്യക്തി തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ സമുദായത്തിനും താൻ അംഗമായിരിക്കുന്ന സമൂഹത്തിനും എന്നും ഒരു മുതൽക്കൂട്ടാണ്. കാരണം
ലോകമെല്ലാം അംഗീകരിക്കുന്ന വിദ്യാഭ്യാസ ലക്ഷ്യം മനുഷ്യനിലെ നന്മയെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയിലും അനന്തമായ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ആ സാധ്യതകളെയൊക്കെ വളർത്തിയെടുക്കുന്നത് സമൂഹത്തിൽ നന്മയുണ്ടാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ താൻ ജീവിക്കുന്ന സമൂഹത്തിന് നന്മയുണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിയെ സജ്ജനാക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ കേരള സമൂഹത്തിൻ്റെ ഉന്നതിക്ക്, നാനാ തുറകളിലുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നിദാനമായി തീർന്നിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും വിദ്യ പകരുവാനുള്ള വളരെ കഠിനമായ പരിശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മതസമുദായങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം പകരുവാനുള്ള സവിശേഷമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതിൻ്റെ ഫലമായി വളരെയേറെ പുരോഗതി ഈ സമൂഹത്തിന് നേടിക്കൊടുക്കുവാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യ സ്നേഹപരമായ പ്രവൃത്തിയാണ് വിദ്യാഭ്യാസം. ഇതേക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ മികവിൻ്റെ മാനദണ്ഡം ഒരുപക്ഷെ പലതും ഉണ്ടാകാം. ഈ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നമ്മൾ തീർച്ചയായിട്ടും പിഴവ് വരുത്താൻ പാടില്ല. ഒരു സ്കൂളിൽ പരിശീലനം നേടുന്ന കുട്ടികൾ പിന്നീട് എത്രമാത്രം ആ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി മാറുന്നു, സമൂഹം അംഗീകരിക്കുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടുന്നു, സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി എത്രമാത്രം സ്വയം സമർപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു സ്കൂളിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വിജയം നമ്മൾ അളന്നു നോക്കേണ്ടത്. 50 വർഷം പിന്നിടുമ്പോൾ അത്തരത്തിലുള്ള ഒരു അയവിറക്കൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പ്രകാശം നൽകുന്നതാണ്. ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളിൽ, ജീവിത മണ്ഡലങ്ങളിൽ തീർച്ചയായും വളരെ സ്തുത്യർഹമായ സേവനം